അപ്പം നമ്മൾ ഫസ്റ്റത്തെ കളി തന്നെ നമുക്കില്ലേ ഓൺലി ഡെസേർട്ട് എടുത്തെടുക്കുക. അപ്പോൾ 1 ആണ്. ഞാൻ നല്ല കളി കളിക്കുന്നു. എന്നിപ്പോൾ ഞാൻ അപ്പോൾ ഗായ്സ് എന്താ നമുക്കിനി വേണ്ടി ഡെസേർട്ട് തന്നെ കളിച്ചാൽ മതി. നിങ്ങൾ പറയേ ഡെസേർട്ട് തന്നെ എടുത്താൽ അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ എന്താ റൂമ് ഞാൻ എപ്പോഴേലും ലീവ് ഇടാം. ഇതിപ്പോൾ ലീവല്ല. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഒരു മുട്ടൊക്കെ ചിലപ്പോൾ പൊട്ടിച്ചപ്പോൾ നാലപ്പുറം കൊടുക്കുന്നു. ഓനാണെങ്കിൽ കുറ്റിപ്പൊടിയനാണ്. ഞാൻ 1 ഷോട്ടാണ്. നിങ്ങൾ തന്നെ ഇതിൽ കാണുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എങ്ങനെ അടിച്ചു. അതൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഉത്സവം എടുത്ത് അടിക്കാം. ഓൻ്റെ കിട്ടുന്ന ഗൺസ് എടുത്ത് മാത്രമുള്ള അടിക്കാം. കളിക്കാം. ഉൾപ്പാക്കറോട്ട ആ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഇതെനിക്ക് അപ്പോൾ ഇനി നമുക്ക് ഓൻ്റെ കിട്ടിയ ഗൺസ് എടുത്ത് കളിക്കാം. എംടേനാച്ചാലും എടുത്ത് കളിക്കാം. നമ്മളിപ്പോൾ 2 ഗണ്ണുണ്ട്. ആ 2 ഗണ്ണെടുത്ത് മാത്രമേ ഉള്ളൂ. ഈ 2 ഗണ്ണുകളിൽ എടുത്ത് തന്നെ അവൻ തിരിച്ചു തന്നെ. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്കപ്പോൾ ഉഡ്പക്കറിനെ എടുക്കാം. ഉഡ്പക്കർ എടുത്തോണ്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഉഡ്പക്കറിനെ എടുക്കാം. അപ്പോൾ നോക്കാം. ഗൈസ് പറയാണ് ഓൻ്റെ ചാർജ് കുറവാണ്. കറണ്ട് പോയിട്ട് അതിൽ ഇൻവേർട്ടർ ഉണ്ട്. മാത്രമല്ല ചാർജ് വെച്ചിട്ട് കളിക്കുന്നത്. കണ്ടോ കുത്തിയതാണ്. കുത്തി പിടിച്ചോ കുത്തിപ്പിടിക്കണം. നമുക്കപ്പോൾ ഒരു കളി കൂടെ തന്നെ ഉൾപ്പെട്ട് നോക്കാം. ഓനക്ക് 4 ആയാലുള്ളൂ. ഇനി നമ്മളെ മെയിൻ ഗൺ എടുക്കാം. അതിൽ ഇൻവേർട്ടർ ഉണ്ടല്ലോ. അവിടെ കുത്തിവെച്ച ചാർജ്. അയ്യോ അറിയാലോ പോയി. ഇങ്ങനെ ഇപ്പോൾ അത്യാലും പറഞ്ഞു. ഓക്കെ ഇപ്പോൾ നമുക്കിനി ഉൾപ്പെട്ട നോക്കാം.
ഗൈസ് കുത്താണ്, കുത്തി പിടിക്കണ ഗൈസ്. അപ്പോ നമ്മളാണെങ്കിൽ നമ്മള് ഓനക്ക് 4 നമ്മള് മെയിൻ ഗണ്ണെടുക്കും. ഓനെ കാണാനില്ല, ബാക്കിൽ നിന്ന് അടിക്കറിയില്ല. അപ്പൊ അതാ കണ്ടു. 4 നമ്മൾ മെയിൻ ഗണ്ണ് എടുക്കും. നമ്മളെ മെയിൻ ഗണ്ണ് നിങ്ങൾക്ക് അറിയാം. അതെടുത്ത ഇവൻ്റെ തല പൊളിയണം.